ചെയ്തില്ലെങ്കിലേ വഴക്ക് കേൾക്കുന്നത് എനിക്ക്. എഴുന്നേറ്റ് വാ, വന്നേ വന്നേ. നിരോധിത കീടനാശിനി ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റം. കൃഷിമന്ത്രി. CBIക്ക് വീണ്ടും കൂട്ടസ്ഥലം മാറ്റം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയാണ് സ്വപ്നമെന്ന് ഉപരാഷ്ട്രപതി. ഒമാനിൽ തീപിടുത്തം. ഒമാനിൽ സ്വകാര്യ കമ്പനിക്ക് തീപിടിച്ച് 6 മരണം. എന്ത്, ഒമാനിൽ തീപിടുത്തോ? എന്റെ രണ്ടാമത്തെ മോൻ അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മൂത്ത മോൻ അമേരിക്കയില്, രണ്ടാമത്തെ മോൻ ഒമാനില്, മൂന്നാമത്തെ മോൻ ഓസ്ട്രേലിയയില്, അമ്മ വൃദ്ധസദനത്തില്. ഈ രാജ്യങ്ങളിലെങ്ങാനും ഒരു പൂച്ച തെറ്റുന്നത് കേട്ടാൽ അമ്മ ഫോണും എടുത്തുകൊണ്ട് ഓടും മക്കളെ വിളിക്കാൻ. 2 ആഴ്ച സുഖമില്ലാതെ അമ്മ കിടന്നിട്ട് ഒരു മക്കളും വിളിക്കാൻ സമയം കിട്ടിയില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും മക്കളില്ലാത്തതാ നല്ലതെന്ന്. ഞാൻ എന്റെ മോനെ വിളിച്ചു കിട്ടി. അവൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അവൻ ഒരു കുഴപ്പമില്ല. 2 പ്രാവശ്യം വിളിച്ചേ പിന്നെയാണ് കിട്ടിയത്. പാവം, ജോലി തിരക്കായിരിക്കും. നേരെ ആരെയോ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. പുതിയ അഡ്മിഷനാണ് തോന്നുന്നത്. റോസമ്മ ചേച്ചി വന്നോളൂ. സാധനങ്ങളല്ലേ ഈ കബോർഡിൽ വെച്ചോളൂ. ശ്യാമളെ, ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കൂ. ഇത് പുതിയതായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന അംഗമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും പരിചയപ്പെടും. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിന്നീട് വരാം കേട്ടോ. റോസി എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കാരണവന്മാരായിട്ട് പാലായില്ല, കേട്ടിട്ടില്ലേ? കുരിശിനെ തെറമാടുന്നു. വലിയ കുടുംബക്കാരാ. ഹലോ മമ്മി, ഇത് എവിടെയാ മമ്മി? ആരോടും പറയാതെ ഇത് എങ്ങോട്ട് പോയി? എത്ര നേരമായി വിളിക്കുന്നു? ഞങ്ങൾ എത്ര വിഷമിച്ചെന്നറിയാമോ? എനിക്കിഷ്ടമുള്ളപ്പോഴേക്ക് ഞാൻ പോകും. നീ ആരാടാ ചോദിക്കാൻ? നീ നിന്റെ ഭാര്യ പറയുന്നതും കേട്ട് നടക്കുമല്ലേ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ആ വീടും പറമ്പും എന്റെ പേരില്ല. എന്നെ വിഷമിച്ചാലേ ഞാൻ അതൊക്കെ വല്ല പണ്ടിക്ക് എഴുതി കൊടുക്കും. നീ നിന്റെ ഭാര്യയോട് അവളുടെ അഹങ്കാരമൊക്കെ അവസാനിപ്പിച്ച് എന്റെ അടുത്ത് വരാൻ പറ. അപ്പൊ ഞാൻ ആലോചിക്കാം വരണോ വേണ്ടേ. അല്ല പിന്നെ ഈ റോസിയോട് ആ കളി. എന്താ പ്രശ്നം? അതെ, പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാനും എന്റെ മരുമോളും തമ്മിൽ ചേരില്ല. ഞാൻ പറയുന്നത് അവളും അനുസരിക്കില്ല, അവള് പറയുന്നത് ഞാനും അനുസരിക്കില്ല. നേർക്ക് നേരെ കണ്ടാൽ വഴക്കാം. എന്റെ മോനാണെങ്കിലും അവള് പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അവന്റെ പെറ്റുതള്ളയല്ലേ ഞാൻ. എന്തുമാത്രം കഷ്ടപ്പെട്ട ഞാൻ അവനെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയത്. എന്നിട്ട് ഇങ്ങനെ കയറുമെന്ന് അവള് പറയുന്നതാ അവന് വേദവാക്യം. പെറ്റുതള്ളയെ വേണ്ട. അപ്പൊ റോസിയുടെ ഭർത്താവോ? അങ്ങനെ 6 കൊല്ലം മുന്നേ മരിച്ചു. SI ആയിരുന്നു. SI തോമസ് ചാണ്ടി എന്ന് പറഞ്ഞാൽ പാലായിൽ എല്ലാവരും അറിയും. 6 അടി പൊക്കവും അങ്ങനത്തെ വണ്ണവും. ചായന്റെ പേര് കേൾക്കുന്നതേ കള്ളന്മാരുടെ മുട്ട് കിറക്കി. പക്ഷെ വീട്ടിൽ ഞാൻ മരിച്ച വരയിലേ ഉച്ചായം നിൽക്കും. റോസിനെ വിളിച്ച എന്റെ പുറകേന്ന് മാറില്ലായിരുന്നു. എന്ത് പറയാനാ, ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നില്ലേ. അറ്റാക്കായിരുന്നു. ഉച്ചായം മരിച്ച അടുത്ത വർഷം മോന്റെ കല്യാണം കഴിഞ്ഞു. അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. എന്നാലും എന്റെ മോനൊരു വെങ്കോന്നനായി പോയല്ലോ ഭർത്താവേ. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അപ്പനെ കണ്ടല്ലേ അവനും പഠിക്കണത്. അതെ, അല്ല നല്ല അപ്പവും കറിയുണ്ട്. അത് കഴിക്കാമെന്നാ പറഞ്ഞത്. വന്നാട്ടെ. വിഷമിക്കണ്ട. ഇവിടെ അമ്മയുടെ പ്രായത്തിലുള്ള ഒത്തിരി പേരുണ്ട്. സമാധാനമായിട്ടിരിക്കും. ഇതാ നമ്മുടെ കുടുംബത്തിൽ
പുതിയൊരാൾ കൂടിയുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും പരിചരണവും ഈ അമ്മയ്ക്ക് ആവശ്യമുണ്ട്. എല്ലാവരും പരിചയപ്പെടും. ജാനകിയമ്മ എവിടെ നിന്ന് വരുന്നു? വീട്ടില് സ്വയം കിട്ടാതെ വന്നതായിരുന്നു അല്ലേ? അയ്യോ അല്ല, ഞാൻ കുറച്ച് ദൂരെ നിന്ന എന്റെ മകനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അവന് ഞാനീ വെച്ച ജീവന. അവന് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും എന്നെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ മകനും മരുമകൾക്കും അമേരിക്കയിൽ ജോലി ശരിയായി. എന്റെ വിസ ശരിയായില്ല. 1 മാസത്തിനുള്ളിൽ ശരിയാകും. അതുവരെ ഇവിടെ നിൽക്കാമോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. നീ സമാധാനമായിട്ട് വയ്ക്കോ, ഞാനിവിടെ നിന്നോളാമെന്ന് ഞാൻ പറഞ്ഞു. പാവം എൻ്റെ മോൻ മനസ്സോടെ അവൻ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത്. അപ്പൊ അധികനാൾ ഇവിടെ ഉണ്ടാകത്തില്ല അല്ലേ? ഇല്ല. ഹലോ, മമ്മി എന്താ മമ്മി ഇങ്ങോട്ട് വരാത്തത്? ഞാൻ അങ്ങോട്ട് വരട്ടെ മമ്മി കൂട്ടിക്കൊണ്ട് പോരാൻ? നമുക്കിവിടെ സുഖമായിട്ട് കഴിയാമല്ലോ. മനസ്സിലായി. ഞാൻ ഇല്ലാതായപ്പോഴാ നിന്റെ ഭാര്യയ്ക്ക് എന്റെ വില മനസ്സിലായത്. പിന്നെ വീട്ടുപണിയും കുട്ടിയെ നോക്കലും എല്ലാം കൂടെ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. എങ്കിലേ കണക്കായി പോയി. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അഹങ്കാരി. അമ്മയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, അമ്മ ഇവിടെ സുഖമായിരിക്കുന്നു. മോൻ സുഖാണോ? മോൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? മോളും കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അമ്മ ഇവിടെ ജോലി തിരക്കെ, ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങൾക്കറിയാമോ, എൻ്റെ മക്കൾ തീരെ ചെറുതായിരുന്നപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് മരിച്ചു. കൂലിവേല ചെയ്താണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എൻ്റെ മക്കൾക്ക് ഞാനെന്ന് വെച്ച ജീവന. പഠിക്കാൻ മിടുക്കനായിരുന്നു. എൻ്റെ മോനെ നല്ല രീതിയിൽ കെട്ടിച്ചു. അവളുടെ കുടുംബത്തോടൊപ്പം ദുബായിൽ കഴിയുന്നു. അവൻ പഠിച്ച് എഞ്ചിനീയറായി. മകനും മരുമകനും കൊച്ചുമക്കളും ഒക്കെയുള്ള സന്തോഷത്തോടെയുള്ള ജീവിതമാണ് എൻ്റേത്. ആ ഫോണിനെടുത്ത് ശ്യാമനെ എത്ര ദിവസമായി മോനെന്ന് വിളിച്ചിട്ട്. എന്താണോ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. എൻ്റെ കുഞ്ഞുമക്കളെ കാണാൻ കൊതിയായിട്ട് വയ്യ. ആ കൊച്ചുങ്ങളെ കാണാൻ എനിക്ക് മതിയാവുന്നുണ്ട്. അവളെ ആലോചിക്കുമ്പോഴാ. എൻ്റെ കൊച്ചുമക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഞാനാ. അവരെ കുളിപ്പിക്കുന്നതും പൊട്ടികളിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഉറക്കുന്നതും എല്ലാം ഞാനാ. എല്ലാ കുസൃതിയാണല്ലോ രണ്ടിനും. എല്ലാ കളിയും എൻ്റെ അടുത്താ. അത്ര പെട്ടെന്നാണ് കാലം പോയത്. ഇപ്പം വലിയ കൊച്ചുങ്ങളായി വലിയ സ്കൂളുകളിൽ പഠിക്കുന്നു. ഇനി എന്നാണോ അവരെ ഒന്ന് കാണാൻ പറ്റുക? എനിക്ക് വയ്യായി, ദേഹം തളരുന്നത് പോലെ. അയ്യോ അമ്മേ. ഞാനിയമ്മേ ജനമേ ഉണ്ടല്ലോ. ഞാനിയമ്മേ ഒന്ന് അടുത്ത വെച്ച്
കൊണ്ടുപോയി കിടത്താം. ജാനിയമ്മയ്ക്ക് വയ്യായിക കൂടിക്കൂടി വരികയാണ്. അവരുടെ മകനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഒരു മാസത്തിന് അവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മാസം എത്രയായി? ജാനകിയെ കൊണ്ടുപോകാൻ അവർ ഒരിക്കലും വരില്ല റോസി ചേച്ചി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ അമ്മയെ അവർക്ക് ആവശ്യമായിരുന്നു. അവരെ പോറ്റി വളർത്താനും അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കാനും വീട്ടുജോലികൾ ചെയ്യാനും അവരുടെ മക്കളെ വളർത്തി വലുതാക്കാനും എല്ലാത്തിനും അവർക്ക് ഈ അമ്മയെ ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ആ അമ്മയ്ക്ക് വയ്യ. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ട അവസ്ഥ. ആ അമ്മയെ അവർക്ക് എന്തിനെ? അതുകൊണ്ട് നല്ലൊരു തുക നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകും. അമ്മയ്ക്ക് ഒരു കുറവും വരാതെ നോക്കാൻ. പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാതിരുന്നപ്പോൾ ആ അമ്മ എന്നോട് പരാതി പറയുന്നുണ്ട്. അവർ തീർച്ചയായും കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. കാരണം സത്യം പറഞ്ഞാൽ ആ അമ്മ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്റെ മോൻ എന്നെ ഇഷ്ടമായിരുന്നില്ലേ? എന്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചില്ലേ? മമ്മി ദേ നോക്കിയേ, നിങ്ങൾ എന്താ മമ്മിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? നല്ല ചൂടുള്ള മസാല ദോശ. കൊണ്ടുപോടാ. അവൻ അവന്റെ പെണ്ണും പിള്ളയായിട്ട് കറങ്ങാൻ പോയി കൊണ്ടുവന്നിരിക്കുന്നു ഒരു മസാല ദോശ. ഞാൻ ഇവിടുത്തെ കാവൽപ്പെട്ടിയാ. എന്താ മമ്മി, എന്ത് പറ്റി? സുഖമില്ലേ? മുഖം വല്ലാതിരിക്കുന്നു. ഡോക്ടറെ കാണണോ? ഓ, ഇതിൽ കൂടെ എനിക്കിനി എന്ത് പറ്റാനാ? എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. അങ്ങനെ തന്നെ ഞാൻ ചത്താനുണ്ടാ ജീവിച്ചാനുണ്ടാ. ഈ വീട് ഞാൻ ആർക്കും വിട്ടു തരത്തില്ല. അപ്പുറത്തുള്ള 10 സെന്റ് സ്ഥലം നിനക്ക് എഴുതരാം. നീ നിന്റെ ഭാര്യയും കൂടെ അവിടെ വീട് വെച്ച് താമസിച്ചു. എനിക്കൊരു സ്ഥലവും വേണ്ട, വീടും വേണ്ട. മമ്മി സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതി. എന്താ മമ്മി ഇത്? എനിക്ക് മമ്മിയെ ഉപേക്ഷിക്കാനും പറ്റില്ല, അവളെയും ഉപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോടെ പോയാലല്ലേ എനിക്ക് സന്തോഷം. മോനെ, അമ്മയാടാ. മമ്മി മമ്മി എന്തിനാ കരയുന്നേ? മമ്മി കരയണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ തന്നെ മമ്മിയെ കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനും റാണിയും മമ്മിയെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അവൾക്ക് മമ്മിയോട് യാതൊരു പിണക്കവുമില്ല. വേണ്ട മോനെ, അമ്മ തന്നെ അങ്ങോട്ട് വന്നോളാം. ഇന്ന് തന്നെ അമ്മ വന്നോളാം. സാറാം ചേച്ചി, ഒന്നും പറയണ്ട. ഞങ്ങളെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു. നല്ല തീരുമാനം. തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ്. തെറ്റ് മനസ്സിലായാൽ അത് തിരുത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്റെ നല്ല പ്രായത്തിൽ ഞാൻ എന്റെ മാതാപിതാക്കളെ ശരിയാകുമെന്ന് നോക്കിയിട്ടില്ല. എന്റെ ഭർത്താവ്, കുട്ടികളും ഞാനും എന്ന ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പരിപാലിക്കുന്നുവോ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സത്യത്തിൽ എന്റെ മകൻ എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും എനിക്ക് അർഹതപ്പെട്ടതല്ല. കരയാതിരിക്കണോ ചേച്ചി? സന്തോഷമായിട്ട് വീട്ടിൽ പോകും. ഇനി എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ.
ഞാനിയമ്മേ 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 നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് പുതിയൊരു അംഗം കൂടി. ചേച്ചി വാ. അയ്യോ, അധികം നാളൊന്നും ഞാനിവിടെ ഉണ്ടാവില്ല. എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. ഉണ്ടായിരുന്ന വീടും പറമ്പും എല്ലാം അവൾക്ക് എഴുതി കൊടുത്തു. അവരത് വിറ്റ് പുതിയ വീട് വയ്ക്കുക. വീട് പണി കഴിഞ്ഞാൽ ഉടനെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അമേരിക്കയിലെ മോന് ജോലി. വിസ ശരിയായി ഉടനെ എന്നെ